എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം കൊള്ളുന്നു. ഈ ലോകസുഖം കള്ളിന ആ ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജമൂർഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 33-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഈ വാക്യം കർത്താവിൻ്റെ സ്വഭാവത്തെയും സൃഷ്ടിയിൽ വ്യാപരിച്ചിരിക്കുന്ന അവൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധിയെയും എടുത്തു കാണിക്കുന്നു. ഭൂമി അവൻ്റെ അചഞ്ചലമായ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. ഇത് ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വ്യാപനത്തെ ഊന്നിപ്പറയുന്നു. ദൈവത്തിൻ്റെ ശക്തിയെയും സൃഷ്ടിയെയും സ്തുതിക്കുന്ന സങ്കീർത്തനത്തിൻ്റെ ഭാഗമാണിത്. അവൻ്റെ സ്വഭാവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രഖ്യാപനത്തിന് വേദിയാകുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം നീതിയുടെയും തത്വങ്ങളെ അടിസ്ഥാനമാക്കി ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ലോകത്തെ ഭരിക്കുന്ന രീതിയും ഈ വാക്യം സൂചിപ്പിക്കുന്നു. ദൈവം ലോകത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലെന്നും ലോകത്തിൻ്റെ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും ഇത് സൂചിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ദയ ദിനംപ്രതി തിരിച്ചറിയുവാനുള്ള കൃപ ഈ നാളുകളിൽ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.